നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്രോളൊന്ന് തീർന്നിട്ട് വേണം. വണ്ടി ഓഫായിട്ടില്ല. ഓഫാവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഓടിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഫ്യൂലിംഗ് ജെട്ട 613. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ 1 ലിറ്റർ പെട്രോളും ഉണ്ട്, പിന്നെ നമ്മുടെ വണ്ടിയുമുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി, എന്താണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, എൻ്റെ വണ്ടിയിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, 1 ലിറ്റർ പെട്രോളിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റാണ്. പക്ഷേ മൈലേജ് ടെസ്റ്റ് ചെയ്യണതിൽ ഒരു പ്രധാന ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു 110 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുന്നേ. അതിനുശേഷം അല്ലറ ചില്ലറ കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഓടിച്ചിപ്പോൾ നമ്മുടെ ചാലക്കുടി സിനിമാസ് അതിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ ഈ പെട്രോളൊന്ന് തീർന്നിട്ട് വേണം 1 ലിറ്റർ പെട്രോളിലേക്ക് ഒഴിക്കാനായിട്ട്, എന്നാലാണ് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴും വണ്ടി ഓഫായിട്ടില്ല. ഓഫാവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഓടിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാലത്തേക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ നേരിട്ടും ചോദിച്ചിട്ടുണ്ട്, 1 ലിറ്റർ പെട്രോളിൽ നിനക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സമയം ഒരുപാട് വൈകി. ഇപ്പോൾ സമയം 6:10 ആയിട്ടുണ്ട്. ഇതിൻ്റെ വണ്ടി ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് ലേറ്റായി. ഞാനിപ്പോൾ 6 സംതിങ് ആയി സമയം. ഇതിപ്പോൾ ഈ പെട്രോളിൽ വണ്ടി എവിടം വരെ പോകുന്നോ, എവിടെ നിൽക്കുന്നോ ഒന്നും യാതൊരു പിടിയില്ല. ഇപ്പോൾ ചാലക്കുടി കഴിഞ്ഞു, നമുക്ക് നോക്കാം. മെയിൻ തീർന്നു. റിസർവിലേക്ക് ആയതിന് ശേഷമാണ് ഞാൻ മറ്റേ 1 ലിറ്റർ പെട്രോൾ ഞാൻ ഒഴിക്കുക. അപ്പോൾ അതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടുന്നു അതാണ് നമ്മുടെ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഓടുന്നവരെ ഓടട്ടെ, ബാക്കി നമുക്ക് വണ്ടി നിന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കാം. വണ്ടി ഒന്ന് പമ്മി തുടങ്ങിയിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നറിയാം. തീർന്നു ഇതിൽ തന്നെ വെച്ചിട്ട് ഏകദേശം തീർന്നു. പൂർത്തിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇത്രയും നേരം വണ്ടി ഓടി. ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ നെല്ലായി അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ നെല്ലായി അടുത്തായിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടിയുടെ ആ ഒരു കിലോമീറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. 52, 27, 72 52, 277 കിലോമീറ്റർ ഇപ്പോൾ ടോട്ടലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പെട്രോള് ഫില്ല് ചെയ്യാം. ബാഗിൽ സെറ്റാണ് ഓൾമോസ്റ്റ്. ഇനി നമുക്ക് നോക്കാം എന്തത്. കളയാണ്ട് പ്രോപ്പറായിട്ട് ഒഴിക്കാം. നമ്മുടെ വണ്ടി ഏതും ആയിക്കോട്ടെ. ഇപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും, എത്ര CC ഉള്ള വണ്ടിയാണെങ്കിലും, എത്ര CC കൂടിയ വണ്ടിയാണെങ്കിലും, കുറഞ്ഞ വണ്ടിയാണെങ്കിലും, നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മൾക്ക് അതും കൊണ്ട് എവിടെയെങ്കിലും പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എത്ര ലോങ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര ഷോർട്ട് ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു റൈഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ CC കൂടിയ വണ്ടി വേണം എന്ന് തന്നെ ഒന്നുമില്ല. നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ വണ്ടി പ്ലാറ്റിന 100 ആണ്. പ്ലാറ്റിന ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പക്ക റൈഡ് കംഫർട്ടബിലിറ്റിയാണ്. നല്ല രസമായിട്ടിരുന്ന് വണ്ടി ഓടിക്കുക, നല്ല സ്മൂത്ത്നെസ്സാണ് വണ്ടി, നല്ല സൂപ്പറായിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ലോങ് റൈഡായിട്ട്, അതായത് ഒരു മൈലേജ് ടെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് മിക്കവാറും ഇത് ഇന്ന് പോയി നിൽക്കുന്നത്
നല്ലൊരു കിലോമീറ്ററിൽ തന്നെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമുക്കിതൊരു ചാലഞ്ചിങ് ആയിട്ട് എടുക്കാം, എത്ര കിലോമീറ്റർ വണ്ടി ഓടും എന്നുള്ളത്. അപ്പം നിങ്ങൾ തന്നെ പറയും എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നു ഒരു 70 കിലോമീറ്റർ, 70 കുറഞ്ഞൊരു 65 കിലോമീറ്റർ, എന്തായാലും ഇത്ര ആയതല്ലേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരു 65-70 കിലോമീറ്ററാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര പറയുന്നു നോക്കാം. ഇയൽ പറക്കുന്നുണ്ട് അതിൽ കൂടെയൊക്കെ. 45-50 ആ ഒരു റേഞ്ചിലാണ് ഞാൻ വണ്ടി കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ തൃശ്ശൂർ ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. ഇത് മിക്കവാറും കോയമ്പത്തൂർ എത്തിക്കുമെന്ന് തോന്നണം. തൃശ്ശൂർ ടോൾ പ്ലാസ ഇപ്പോൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് ആ ഒരു റൂട്ടാണ്. 1 ലിറ്റർ പെട്രോൾ, കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ ഈ സാഹസം കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് ലേറ്റായി. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മെയിൻ്റനൻസും പിന്നെ അല്ലറ ചില്ലറ വർക്കും വാഷ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ പോയി. അങ്ങനെ ഒരുപാട് ടൈം അവിടെ പോയി. പിന്നെ അതിന് ശേഷം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വണ്ടിയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അവനും കൂടി ചോദിച്ചു എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുന്ന ടൈമിൽ ഞാൻ പിന്നെ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും വണ്ടി എടുക്കുക, നേരെ പോവാം, മൈലേജ് നോക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഞാൻ ഏകദേശം തൃശ്ശൂർ കവർ ചെയ്തിട്ടുണ്ട്. 6:41, 6:45 ഇപ്പോൾ, 6:45 ആവുന്നു. എന്തോ ഗോ സ്ലോ, വെയർ ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്സ് വൈൽ ഡ്രൈവിങ്. ഓക്കെ, നമ്മൾ അതിനൊന്നും എതിരല്ല. നമ്മൾ ഈ ചാപ്രികളെ പോലെ എന്താ പറയുക, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഗിയറിൽ പക്ക കംഫർട്ടായിട്ട് തന്നെ നമ്മൾ പോകുള്ളൂ. അത് എവിടെ പോകാനാണെങ്കിൽ പോലും. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്താണ് വട്ടുണ്ട് ഈ ചൂടത്ത് ഈ ജാക്കറ്റൊക്കെ വലിച്ചേറ്റിട്ടിട്ട് പോകാനായിട്ട്? ഫോർ സേഫ്റ്റിയാണത്. പിന്നെ ഞാൻ ഇന്ന് ഗ്ലൗ ഇടാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എൻ്റെ കൈയിൻ്റെ ഉൾഭാഗം ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ എനിക്ക് ഗ്ലൗ ഇടാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗ ഒഴിവാക്കിയത്. എന്നെ ഫീലാലേ വൈകുന്നേരം അല്ലെങ്കിലും അസ്തമിക്കുന്ന സൂര്യന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ആ ഒരു ദിവസം ഫുള്ളുണ്ടായ കാര്യത്തിന് പ്രകൃതി തരുന്ന ഒരു സമ്മാനം എന്ന് കാണാം. ഞാനിനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, കൂടുതൽ ദൂരത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല, നേരെ യൂട്ടേൺ എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും എന്നെ കൊണ്ട് മുതലാളി ദൂരെ എവിടെയെങ്കിലും പോവുകയാണെന്നുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് നോക്കി അനങ്ങിയിട്ടില്ല. ഓൺ റോഡ് ആയതുകൊണ്ടായിരിക്കാം മേ ബി. ഇതിപ്പോൾ ഒരു ഓൺ റോഡായിട്ടുള്ളൊരു മൈലേജ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു മൈലേജ് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് നോക്കാം. കുതിരാൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ യൂ ടേൺ എടുത്തിട്ട് നേരത്തെ ഇപ്പോൾ വീണ്ടും ആ സെയിം റൂട്ട് തന്നെയാണ്. ഇതോടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഇത്ര CC ഉള്ള വണ്ടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു മോട്ടോർ സൈക്കിൾ മതി. ആ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റും, നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സമയം ഇപ്പോൾ 9:15 5 മണിക്ക് ഇറങ്ങിയാണെന്ന് ഓർക്കണം. 9:15 നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ മൈലേജിൽ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ടോട്ടൽ കിലോമീറ്റർ എന്ന് പറയുന്നത് 52,370 ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ വണ്ടി റിസർവിലാണ് ഇപ്പോൾ കിടക്കുന്നത്. റിസർവിലായി, മെയിനിൽ നിന്ന് ഞാൻ റിസർവിലേക്കാക്കി. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ഇതെന്ന് പറയുന്നത് 52,277. അപ്പോൾ 52,277 മൈനസ് 52,370. 52,370. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 93 പെർ ലിറ്ററിൽ. നമ്മൾ ഓടിയ മൈലേജ് എന്ന് പറയുന്നത് 93. കണ്ടോ, മീറ്റർ നോക്കൂ. റിസർവായി 52,370. സോ ഹാപ്പിയാ.
ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഒരു പൂ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് ഒരു പൂക്കാലം തന്ന അവസ്ഥയാണ്. കാരണം കംഫർട്ടിന് കംഫർട്ട്, മൈലേജിന് മൈലേജ്. ഞാനിന്ന് എത്ര കിലോമീറ്റർ ഓടി? 93 കിലോമീറ്റർ, 93 അതിൽ കൂടുതൽ കിലോമീറ്റർ ഓടി. എൻ്റെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നിതംബങ്ങൾക്ക് പോലും യാതൊരു പ്രശ്നമില്ല. കാരണം അത്രയും സോഫ്റ്റിയാണ് ഇതിൻ്റെ ഒരു സീറ്റ് എന്ന് പറയുന്നത്. സീറ്റ് നല്ല കുഷിയുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നിതംബങ്ങൾ നല്ല അവിടെ ഉണ്ടെന്ന് എനിക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ എഫ്സിക്ക് പോകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ പറയണ്ട, ഞാൻ ആ ഒരു ഭാഗം വീട്ടിൽ വെച്ചുകൊണ്ട് വരുന്ന ഒരു ഫീലിലാണ് എനിക്ക് കിട്ടാറുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ തന്നെ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. എനിക്ക് വേണ്ടത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാനായിട്ടുള്ള മനസ്സ് കാണിക്കണം, കോമൻ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ദ ഫ്യൂൽ എൻജോയ് 613. സ്റ്റേ ട്യൂൺ. ബൈ.